ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. CMI സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും സംതൃപ്തിയും നൽകുന്ന ഒരു സുദിനമാണിത്. പുരോഹിതനായി അഭിഷിക്തനായത് മുതൽ അനവധി വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ പാഠപുസ്തകമായും ജീവിതത്തിൽ വഴികാട്ടിയായും വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നേതൃത്വവും സേവനവും കാഴ്ചവെച്ചുകൊണ്ടും മുന്നേറുന്ന ഒരു മഹത്തായ വ്യക്തിത്വം. ഇന്ന് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ നാഷണൽ കേഡറ്റ് കോർപ്സിൻ്റെ NCCയുടെ ഓണററി കേണൽ പദവി കൂടി ലഭിച്ചിരിക്കുകയാണ്. ഈ അഭിമാന നേട്ടത്തിന് അർഹനായ ബഹുമാനപ്പെട്ട ജോസ് ചേനാട്ടിശ്ശേരി CMI അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ കേണൽ പദവിയാണ് അച്ഛൻ്റേത്. അച്ഛൻ ലഭിച്ച ഈ കേണൽ പദവിയെ അച്ഛൻ എങ്ങനെ കാണുന്നു? കഴിഞ്ഞ 57 വർഷത്തെ സേവന പാരമ്പര്യമാണ് ഞങ്ങൾ NCCക്കുള്ളത്. അതിൻ്റെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഈ ഓണററി കേണൽ പദവി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അച്ഛൻ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി അച്ഛൻ ഇപ്പം തന്നെ ഭാഗപ്പെട്ട ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. ഇത് കൂടാതെ ഈ കേണൽ പദവിയുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഈ ഓണററി കേണൽ പദവിയിലൂടെ ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കേഡറ്റുകൾക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള ഒരു പ്രത്യേക ഉത്തരവാദിത്തം, അവരെ പ്രചോദിപ്പിക്കുക. NCC കേഡറ്റുകളിലൂടെ പരിശീലനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇവയ്ക്കൊക്കെ പിന്തുണ നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റിയും NCC ഡയറക്ടറേറ്റും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കണം. അതുപോലെ തന്നെ പരിശീലനം നേടുന്നതിന് അവരുടെ അച്ചടക്കം, നേതൃത്വം, ഈ മേഖലകളിൽ പ്രത്യേക ഊന്നൽ നൽകി മാർഗനിർദ്ദേശം നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ 6 ക്യാമ്പസുകളിലായി NCCയുടെ 3 വിങ്ങുകളും ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആൾക്കാർ പെട്ടെന്ന് വണ്ടടിക്കും, ഒരുപക്ഷെ ഈ വെള്ളവസ്ത്രം മാറ്റിയിട്ട് പെട്ടെന്ന് ഒരു കേണലിൻ്റെ യൂണിഫോം ഇടുമ്പോഴത്തേക്കിന് അച്ഛൻ എങ്ങനെയാണ് ഈ കേണലിൻ്റെ ഈ പദവിയും അതുപോലെ തന്നെ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പദവി പൗരോഹിത്യത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമല്ല, അതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ്. 2 വിളികളും ഒന്ന് തന്നെയാണ്, സേവിക്കുവാനുള്ള വിളി. 2 ദൗത്യങ്ങളും ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ രൂപീകരിക്കാനുള്ളതാണ്. ഈ അർത്ഥത്തിൽ സമൂഹത്തിനും സഹജീവികൾക്കും സേവനം ചെയ്യുവാനുള്ള വിളിക്ക് യൂണിഫോമിൻ്റെയും കേണൽ പദവിയുടെയും അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛാ, ഓരോ ജോലിക്കും അതിൻ്റേതായ പരിശീലനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സന്യാസ പൗരോഹിത്യ യാത്രയിൽ നീണ്ട നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും പുരോഹിതരാകുന്നത്. ഇതിന് പ്രത്യേകിച്ച് പരിശീലനമെല്ലാം ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതൊരു ഓണററി പദവിയായതിനാൽ ഔപചാരികമായ പരിശീലനം ആവശ്യമില്ല. പക്ഷേ ഞാനിതിനെ ഒരു ക്ഷണമായിട്ട് സ്വീകരിക്കുകയാണ്. NCCയെ മനസ്സിലാക്കാനായിട്ട് കേഡറ്റുകളോടും ഓഫീസർമാരോടും ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട്, അവരുടെ പരിശീലനത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട്, അവരോടൊപ്പം സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷണം. ഇത്രയും കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ, അച്ഛൻ്റെ ഈ ഔദ്യോഗികമായ ഈ സ്ഥാനാരോഹണം കഴിഞ്ഞോ? അതെങ്ങനെയാണ്, അത് കഴിഞ്ഞോ അതോ? ഈ മാസം, അതായത് ഓഗസ്റ്റ് 11 ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ക്യാമ്പസിൽ വെച്ച് ഓണററി കേണൽ പദവി നൽകുന്ന ഒരു ചടങ്ങ് നടന്നു. അതിന് പറയുന്ന പിപ്പിംഗ് സെറിമണി എന്നാണ്. എന്തൊക്കെയാണ് അച്ഛനെ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ ഇടയാക്കിയത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
എൻ്റെ വ്യക്തിപരമായ യോഗ്യതയേക്കാൾ യൂണിവേഴ്സിറ്റിയുടെ മികവാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. തുടർച്ചയായി നമ്മുടെ യൂണിറ്റ് 8 വർഷത്തോളം കർണാടക ഗോവ ഡയറക്ടറേറ്റിൽ 1-ാം സ്ഥാനത്താണ്. അതുതന്നെ ഒരു വലിയ അംഗീകാരമാണ്. ദേശീയ തലത്തിൽ മികവ് നേടാനായിട്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കേഡറ്റുകളാണ് കർണാടക ഗോവ ഡയറക്ടറേറ്റിനെ പ്രത്യേകമായിട്ട് സഹായിച്ചത്. അതും ഒരു വലിയ ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. 2019 മുതൽ ഈ വർഷം വരെ 47 കേഡറ്റുകളാണ് സായുധ സേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. കൂടാതെ ഞാൻ ഓരോ കേഡറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ സ്റ്റുഡൻ്റായിരുന്ന കേഡറ്റായിരുന്ന മിസ് കുശ്ബീദ് കൗർ സോന ഈ വർഷത്തെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസിൽ ഓൾ ഇന്ത്യ 1-ാം റാങ്ക് നേടി. ഇതുപോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേഡറ്റായിരുന്ന പുണ്യ പൊന്നമ്മ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഡൽഹിയിൽ വെച്ച് ഗേൾസ് കണ്ടിൻജൻറ്റിനെ ലീഡ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. നമ്മുടെ 6 കേഡറ്റുകൾ RDC പരേഡിൽ അതിനുശേഷം ബെസ്റ്റ് കേഡറ്റ് സ്റ്റേജിലുണ്ടായിരുന്നു. ഒരാൾക്ക് സ്വർണം, 3 പേർക്ക് വെള്ളി, ഒരാൾക്ക് വെങ്കലം മെഡലുകൾ നേടുകയുണ്ടായി. ഇതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് A. വിശ്വകുമാർ, ലെഫ്റ്റനൻറ്റ് സമർത്ത് സിംഗ് ഇവർ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ സ്വാർഡ് ഓഫ് ഓണർ പദവി കരസ്ഥമാക്കുകയുണ്ടായി. അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ നിന്ന് നമ്മുടെ കേഡറ്റുകൾ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് കോഴ്സുകൾ പൂർത്തിയാക്കുകയുണ്ടായി. NCC പരിശീലനത്തിന് അക്കാഡമിക് ക്രെഡിറ്റ് നൽകിയ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായിട്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയെ കരുതാവുന്നതാണ്. ഞങ്ങളുടെ ധാരാളം കേഡറ്റുകൾ സായുധ സേനയിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അതിന് സജ്ജമാക്കിയത് അവരുടെ പരിശീലനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റി സ്ഥിരമായിട്ട് നിക്ഷേപം ചെയ്യുകയുണ്ടായി. ഈ അർത്ഥത്തിൽ ഈ ബഹുമതി സ്ഥാപനത്തിന് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ച വലിയ ഒരു അംഗീകാരമാണ്. ഓഗസ്റ്റ് മാസത്തിൽ 2 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ, രണ്ടാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഈ സഭയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുമോ? പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരുവാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് ചെറുപ്പകാലത്തെ എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളിലൊന്ന്. ഇന്ന് CMI സഭയിലെ അംഗമായ ഞാൻ ആ അംഗമാകാനായിട്ട്, ഒരു വൈദികനാകാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അമ്മയോടുള്ള പ്രത്യേക സ്നേഹം. എൻ്റെ മാതാപിതാക്കൾ അമ്മയും അച്ചാച്ചനും വളർത്തിയെടുത്തതാണ്. ഈ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാനായിട്ട് എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൂടാതെ ഒത്തിരി സ്വാതന്ത്ര്യത്തോടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുവാനും ഈശോയിൽ ആശ്രയിക്കുവാനും എന്നെ എപ്പോഴും സഹായിച്ചിരുന്നത് പരിശുദ്ധ അമ്മയാണ്. ജപമാലയാണ് ഈ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ വളർത്താൻ ഉപകരണമായിട്ടുള്ളത്. ഈ അവസരത്തിൽ വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞൊരു വാക്യം ഞാൻ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വലയെറിഞ്ഞിട്ട് ഇന്നേ വരെ എനിക്കൊന്നും ലഭിക്കാതിരുന്നിട്ടില്ല. ഭാരതം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ അച്ഛൻ ഭാരതത്തിലെ യുവജനത്തിനും അതുപോലെ തന്നെ ഒരു വരും തലമുറയ്ക്കും അച്ഛന് നൽകാവുന്നൊരു സന്ദേശം എന്താണ്? പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം എന്നെ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തിയെങ്കിൽ എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം എന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തിയിട്ടുണ്ട്. എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും വിലമതിക്കാനും രാജ്യത്തെ സ്നേഹിക്കാനും ഞാൻ പഠിച്ചു തുടങ്ങിയത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നാണ്.
വിദ്യാലയങ്ങളിൽ നടത്തിയിരുന്ന ഓരോ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളും പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിരുന്ന രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള പാഠങ്ങളും എന്നെ ഇന്ത്യയോട്, എൻ്റെ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു പൗരനായിട്ട് വളരാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നേടിയ സ്വാതന്ത്ര്യം അനേകരുടെ ചോരയുടെയും വിയർപ്പിൻ്റെയും ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയെ സ്നേഹിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ ഞാനും നമ്മളെല്ലാവരും കടപ്പെട്ടവരാകുകയാണ്. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. അച്ഛനുമായുള്ള ഈ സ്നേഹ സംഭാഷണത്തിലൂടെ ഒരു പുരോഹിതൻ എന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും രാജ്യസേവനത്തിൻ്റെ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന നിലയിലും അച്ഛൻ്റെ ജീവിതത്തെയും ദൗത്യത്തെയും കുറിച്ച് കൂടുതൽ അടുത്ത് അറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ സ്നേഹ സംഭാഷണത്തിനായി അങ്ങനെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച ബഹുമാനപ്പെട്ട കേണൽ ഡോക്ടർ ജോസ് ചേനാട്ടുശ്ശേരി CMI അച്ഛന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി.